പ്രിയമുള്ളവരെ, ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ബുക്ക് റിവ്യൂമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാൻ ഏറ്റവും മനോഹരമായ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് പ്രണയമാണെന്ന് വിശ്വ സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ. അതെ, വില്യം ഷേക്സ്പിയറെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ആംഗലേയ സാഹിത്യം പൂർത്തിയാകില്ല എന്നാണ് ഒരു സാഹിത്യ വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിങ്ങൾക്കും അങ്ങനെയായിരിക്കും. അതെ, റോമിയോ ആൻഡ് ജൂലിയറ്റ് വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു പ്രണയകഥ. പ്രണയത്തിനു വേണ്ടി ജീവൻ പോലും ബലി നൽകാൻ തയ്യാറായ റോമിയോയും ജൂലിയറ്റും. 5 ആക്റ്റുകളായി തിരിച്ചിരിക്കുന്ന ഈ പ്ലേയിൽ ആദ്യ ഭാഗത്ത് നമുക്ക് 2 ഫാമിലികൾ തമ്മിലുള്ള മൽപ്പിടുത്തം, തർക്കം ഇതൊക്കെയാണ് കാണുന്നത്. എന്നുവെച്ചാൽ മൊണ്ടേക്ക് ആൻഡ് ക്യാപ്റ്റിലസ്. എന്നാൽ വെറോണയിലെ പ്രിൻസ് അവർക്ക് താക്കീത് നൽകുന്നുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നാട് കടത്തപ്പെടുമെന്ന്. ഏതായാലും അടുത്ത രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒരു വലിയ പാർട്ടി നടക്കുകയാണ്. ജൂലിയറ്റിൻ്റെ വിവാഹം നിശ്ചയിക്കാൻ പോവുകയാണ്. കൗണ്ട് പാരീസുമായിട്ടുള്ള വിവാഹ നിശ്ചയം. അതിൽ പങ്കെടുക്കുന്ന അവരുടെ എതിരാളിയായിരുന്ന എന്നുവെച്ചാൽ ഫാമിലിയുടെ ശത്രുവായിരുന്ന ശത്രുപക്ഷത്തിൽ ഉൾപ്പെടുന്ന നമ്മുടെ റോമിയോ ജൂലിയറ്റിനെ കാണാൻ ഇടയാകുന്നു. ആദ്യ സമയത്തു തന്നെ അവരിൽ ഒരു പ്രണയം മുട്ടിടുകയാണ്. പ്രണയം അങ്ങനെയാണ്, ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത് അതിൻ്റെ പാരമ്യതയിൽ എത്തും. ഏതായാലും അവർക്കറിയാം ഈ ഒരു പ്രണയം പെട്ടെന്നൊന്നും സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെയുള്ള പ്രണയത്തിന് ഒരു സുഖമുണ്ടല്ലോ, അതുകൊണ്ടാവാം ഷേക്സ്പിയർ ആ തരത്തിൽ തന്നെ വായനക്കാരായ നമ്മളെ എത്തിക്കുന്നത്. അങ്ങനെ അവർ ആ പ്രണയം പൂർത്തിയാകുന്നതിനായി പല ശ്രമങ്ങളും നടത്തുന്നു. ജൂലിയറ്റ് തൻ്റെ വിശ്വസ്തയായ സേവകയോട് തൻ്റെ പ്രണയ കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം റോമിയോ ആണെങ്കിൽ അവിടെയുള്ള പള്ളിയിലച്ഛനോട് തൻ്റെ പ്രണയവിവരം പറയുകയാണ്. അവരെ ഒന്നിക്കുവാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ വിശ്വസ്തയായ നഴ്സും അതോടൊപ്പം പള്ളിയിലച്ഛനും. പക്ഷേ അതത്ര എളുപ്പമൊന്നുമല്ല. പള്ളിയിലച്ഛൻ ഈ പ്രണയം വിവാഹത്തിലെത്തുന്നതോടെ ഈ ഫാമിലികൾ തമ്മിലുള്ള വഴക്കും കാലാകാലങ്ങളിലായുള്ള വഴക്ക് ഇല്ലാതെയാക്കാൻ കഴിയുമല്ലോ എന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ജൂലിയറ്റിൻ്റെ ഒരു കസിൻ റോമിയോയുടെ സുഹൃത്തുമായുണ്ടാകുന്ന വഴക്കിൽ അത് തീർക്കാനായി എത്തുന്ന റോമിയോ അബദ്ധവശാൽ ടിബറ്റിനെ കൊല്ലേണ്ടി വരികയാണ്. അത് മനം നൊന്ത ജൂലിയറ്റ് വല്ലാതെ വേദനിക്കുന്ന ഒരു രംഗം നമുക്ക് ഈ പ്ലേയിൽ കാണാനായി കഴിയുന്നുണ്ട്. എങ്കിലും ഒരു ഭാഗത്ത് തൻ്റെ കസിൻ, മറുഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്. ഏതായാലും റോമിയോയെ ഈ പ്രശ്നവുമായി നാട് കടത്താൻ തീരുമാനിക്കുകയാണ്. ഒരുപക്ഷെ അവനെ തൂക്കിക്കൊല്ലുന്നതിനേക്കാൾ നല്ലത് നാട് കടത്തുകയാകാം. ഒരു തുള്ളി മേഴ്സി അവനോട് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ റോമിയോയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ടവളെ പിരിഞ്ഞു പോവുക അസാധ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം. അവസാനം ജൂലിയറ്റ് പള്ളിയിലച്ഛനടുത്തെത്തി തന്നെ വിഷമങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. നീ ഒരു മരുന്ന് കഴിക്കണം. അതായത് ആ മരുന്നിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്: കുറേ മണിക്കൂറുകളോളം നിശബ്ദമായ, അതായത് ഡീപ്പ് സ്ലീപ്പിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് വീട്ടുകാർ നിൻ്റെ മരണം നിശ്ചയിക്കുകയും ഇനിയൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന അവസ്ഥയിൽ നിന്നെ ശവക്കല്ലറയിൽ ഉപേക്ഷിക്കും. ആ സമയത്തേക്ക് ഞാൻ വിവരമറിയിച്ച് റോമിയോയെ അവിടെ എത്തിക്കുകയും അങ്ങനെ റോമിയോയും ജൂലിയറ്റുമായുള്ള പ്രണയ ജീവിതം കണ്ടിന്യൂസ് ചെയ്യാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ വിധി അങ്ങനെയല്ല പെരുമാറുന്നത്. വിധിയുടെ വിളയാട്ടം മറ്റൊരു രീതിയിലാണ്. ഏതായാലും കൃത്യസമയത്ത് നമ്മുടെ റോമിയോയ്ക്ക് ഈ വിവരം ലഭിക്കുന്നില്ല. എന്നുവെച്ചാൽ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നും നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇല്ലാത്തതാവാം ആ കാരണം. അങ്ങനെ അവസാനം തൻ്റെ പ്രിയപ്പെട്ടവൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് റോമിയോയും അറിയുന്നത്. അവൻ ശവക്കല്ലറയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അവളില്ലാത്ത ലോകത്ത് തനിക്കിനി ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്നും കരുതി അവൻ ഒരു പോയിസൺ ബോട്ടിലുമായാണ് വരുന്നത്. അവസാനമായി ആ കല്ലറ തുറന്ന ജൂലിയറ്റിനെ ഒന്ന് കാണുന്നുണ്ട്. അവളുടെ
ഭംഗിയിൽ അവൻ മതിമറന്നു പോകുന്നു. അതിനേക്കാൾ അപ്പുറത്ത് അവളോടുള്ള അഗാധമായ പ്രണയം. പക്ഷേ അവളില്ലാത്ത ലോകത്ത് താൻ ഇനി എന്തിനു ജീവിച്ചിരിക്കണം? അവൻ പെട്ടെന്ന് ആ പോയിസൺ എടുത്ത് കഴിക്കുന്നു. അത് കഴിയുമ്പോഴാണ് പള്ളിയിലച്ചൻ ഈ വിവരമെല്ലാം മറ്റൊരു ദൂതൻ വഴി അറിഞ്ഞ് ശവക്കല്ലറയുടെ അടുത്തെത്തുന്നത്. മരിച്ചു കിടക്കുന്ന റോമിയോയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം പെട്ടെന്ന് കണ്ണു തുറന്ന് നമ്മുടെ ജൂലിയറ്റ് ചോദിക്കുന്നുണ്ട്, അവൾ അന്ധമായി ഉറങ്ങിയിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നുവോ? എന്നാൽ അവൻ ഇന്ന് ഈ ലോകത്തില്ല, എവിടെ തൻ്റെ ഹസ്ബൻഡ് എന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അവൾ പറയുന്നൊരു വാക്കുണ്ട്, വായനക്കാരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക്. ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനായി അവൻ കഴിച്ചു. അവൻ്റെ ചുണ്ടിൽ നിന്നും ഒരിത്തിരി പോയിസൺ ഒപ്പിയെടുത്ത് അവളും മരണത്തിന് കീഴടങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ വരണ്ട ചുണ്ടുകളിൽ ഒരു തുള്ളി പോയിസൺ പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇനി അവനില്ലാത്ത ലോകം എനിക്കെന്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും കഠാര എടുത്ത് അവളുടെ വയറ്റിലേക്ക് കുത്തിയിറക്കി അവളും മരണത്തിന് കീഴടങ്ങുകയാണ്. തൊട്ടടുത്ത് മരിച്ചു കിടക്കുന്ന രണ്ട് യുവാക്കൾ, പ്രണയത്തിനു വേണ്ടിയുള്ള അവസാന ശ്രമവും നഷ്ടപ്പെട്ടു പോയ അവർ. ജീവനായിരുന്നു ആ പ്രണയത്തിന് വില നൽകേണ്ടത് എങ്കിൽ സുഹൃത്തുക്കളെ, ഇന്നും ജീവിതത്തിൻ്റെ വില ജീവൻ്റെ വില പ്രണയമാണ് എന്ന് കരുതി ചിലരെങ്കിലും ജീവൻ ഒതുക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ ഒരു വിലയുമില്ലാത്ത ഇന്ന് കാണുന്നു, നാളെ അവരെ ആസിഡിൻ്റെയും പെട്രോളിൻ്റെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രണയമായും ആ തരത്തിലുള്ള പ്രണയവും നമുക്ക് ഈ ലോകത്ത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും വിശ്വവിഖ്യാതമായ ഈ കൃതി യഥാർത്ഥ പ്രണയത്തിൻ്റെ ഒരു മൂർത്തിഭാവമായിരുന്നു എന്ന് എനിക്ക് എൻ്റെ വായനയിൽ തോന്നി. ഇതാ മറ്റു വായനക്കാർക്കായി ഇത് സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടാം.